ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുട്ടിയോട് പറയുകയാണ്, പൊന്നുമോനെ, രണ്ടാമത്തെ കടമ ഏതെന്നറിയുമോ? വാപ്പ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കടമ ഏതെന്നറിയുമോ? വഅയുഹസ്സിന ഇസ്മഹു, കുട്ടിയുടെ പേര് നന്നാക്കലാണ്, നല്ല പേര് മക്കൾക്ക് ഇട്ടുകൊടുക്കലാണ്. നല്ല പേരിട്ട് കൊടുക്കണം. കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കണം. ആര് പഠിപ്പിച്ചു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബി തങ്ങൾ പഠിപ്പിച്ച അത് ഹദീസ് തന്നെ ഉണ്ട്. മാതാപിതാക്കളുടെ കടമയിൽപ്പെട്ടതാണ് കുട്ടികളുടെ പേര് നന്നാക്കൽ, നല്ല പേരിടുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തസമ്മൂ ബിഅസ്മാഇൽ അംബിയാ, അമ്പിയാക്കളുടെ പേര് കൊണ്ട് നിങ്ങൾ പേര് വെക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അമ്പിയാക്കളുടെ പേര് 25 പേരുടെ പേര് എന്തുണ്ട്? ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പേര് വെക്കാം, ആ പേര് വെക്കാം. അതിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും ആ പേര് വെക്കാം. ആ പേര് വെച്ചോളൂ, ഒരു പ്രശ്നമല്ല. മുഹമ്മദ്, അതർത്ഥം അറിയാം. ഞാൻ പറയാം, അല്ലാത്ത ചില പേരുകൾ ഉണ്ടാവും, ചിലപ്പോൾ അർത്ഥം കിട്ടിക്കോണമെന്നില്ല. അർത്ഥം അറിയില്ലെങ്കിൽ പോലും നീ ആ പേര് വെച്ചോളൂ, പ്രശ്നമില്ല. പ്രവാചകന്മാരുടെ പേര് മക്കൾക്ക് ഇട്ടുകൊടുക്കൻ. സയ്യിദുനാ റസൂലുള്ളാഹി നബി പറഞ്ഞതാണ്, തസമ്മൂ ബിഅസ്മാഇൽ അംബിയാ, ബിഅസ്മാഇൽ അംബിയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അമ്പിയാക്കളുടെ പേര് നിങ്ങൾ ഇടണേ, മക്കൾക്ക് ഇട്ടുകൊടുക്കണേ, ഇട്ടുകൊടുക്കണേ. മുഹമ്മദ് എന്ന പേര് വെച്ചാൽ ഭയങ്കര ശ്രേഷ്ഠതയാണ്, ഭയങ്കര ശ്രേഷ്ഠതയാണ്. ആ പേര് മാത്രമായിട്ട് വെക്കണം, എന്നാ വലിയ കിട്ടല. ഇനി അത് പറ്റൂല, മുഹമ്മദ് സഫ്വാൻ, മുഹമ്മദ് ഫർഹാൻ എന്നൊക്കെ പറഞ്ഞൊരു പേര് നമ്മൾ വേറൊരു പേരിടും. എന്നാലും മുഹമ്മദ് ഉണ്ട്, മുഹമ്മദ് തുടക്കത്തിൽ വരണം, ഭയങ്കരമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാനതു ലഹു സലാസതും മിനൽ വലദ്, ആർക്കെങ്കിലും 3 കുട്ടികൾ ഉണ്ടാവുകയും ഫലം യുസമ്മ അഹദും മിൻഹും മുഹമ്മദ, അവരിൽ ഒരാൾക്ക് പേര് മുഹമ്മദ് എന്ന പേര് വെച്ചില്ല എങ്കിൽ ഫഖദ് ജഹില, അവൻ വിവരമില്ലാത്തവനാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 3 കുട്ടികൾ ഒരാൾക്കുണ്ടായി. 3 ആൺപിള്ളേരാണ്, അതായത് 3 പെൺപിള്ളേരല്ല, 3 കുട്ടികൾ, 3 ആൺകുട്ടികൾ ഉണ്ടായിട്ട് ആ 3 ആൺകുട്ടികൾക്ക് ആരെങ്കിലും ഒരാൾക്ക് എന്ത് വെച്ചില്ല? മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ല എങ്കിൽ ഫഖദ് ജഹില, അവൻ വിവരം കെട്ടവനാണ് കേട്ടോ. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്നുള്ളൊരു പേര് ചേർക്കണമെന്നർത്ഥം. അതിൽ വലിയ ബർക്കത്തുണ്ട്. മദ്ഹബിന്റെ ഇമാമിങ്ങൾ 4 പേരാണ്. ആര്? ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അതിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, മാലിക്കി മദ്ഹബ് ഒരു മദ്ഹബിന്റെ ഇമാമ, നമ്മളൊക്കെ ശാഫി മദ്ഹബാണ്. നമ്മുടെ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു. ഇതേപോലെ മാലിക്കി മദ്ഹബിന്റെ ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാൻ, വകാന അഹ്ലുൽ മദീന യഖൂലൂൻ, മദീനക്കാരാകുന്ന അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടുകാരായ നബി തങ്ങൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മദീന നിവാസികൾ പറയുമായിരുന്നു അത്രേ, മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദിൻ ഇല്ലാ റിസ്ഖ ഖൈർ. ഒരു വീട്ടിൽ മുഹമ്മദ് എന്നുള്ള പേര് ഒരാളുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാവർക്കും നല്ല സുഭിക്ഷമായ ആഹാരം ലഭിക്കും, എല്ലാവർക്കും നല്ല സുഭിക്ഷമായ ആഹാരം ലഭിക്കും എന്ന് മദീനക്കാർ പൊതുവെ പറയുമായിരുന്നു എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മദീനക്കാരുടെ ഒരു പറച്ചില. അതുകൊണ്ട് മദീന ചെന്ന് നോക്കുക, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വീട്ടിൽ മുഹമ്മദ് എന്നുള്ള പേരുണ്ടാവും. അറബിയിൽ വിളിക്കുന്നില്ല, അബാ മുഹമ്മദ്, അബ മുഹമ്മദ് എന്ന് പറയും. നമ്മുടെ പേരെന്താണെന്ന് ചോദിക്കവര്. അപ്പൊ പേരിന്റെ പേരാണെന്ന് പറഞ്ഞാലും വിളിക്കുന്നവരെന്താ? അബാ മുഹമ്മദ് യാ അല്ലാഹ് തഫല്ലൽ എന്ന് പറഞ്ഞ അറബികൾ വിളിക്കുള്ളൂ. എന്താ കാര്യം? ആ പേര് വലിയ ഇഷ്ടമാണ്. മുഹമ്മദ് എന്നുള്ള പേര് ഭയങ്കരമാണ്, ബർക്കത്തുള്ള പേരായിട്ട് അവരെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ആ പേരിടൂല, നമ്മൾ ആ പേരൊക്കെ പേടിച്ചു വെച്ചിരിക്കുക. പണ്ടൊരു സിനിമാ നടൻ അമേരിക്കയിൽ പോയപ്പോൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും പിടിച്ചു. നടന്റെ പേര് ഞാൻ പറയുന്നില്ല, സദസ്സാലം കൊലപ്പെടുത്തണ്ടല്ലോ, ഉള്ള ബർക്കത്ത് പോകണ്ട. അപ്പൊ അദ്ദേഹത്തിന്റെ പേര്, യഥാർത്ഥ പേര് മുഹമ്മദ് എന്നുള്ള പേരിനോട് സാന്യമായിരുന്നു, മുഹമ്മദ് കുട്ടി എന്നായിരുന്നു. അപ്പൊ അവിടെ എയർപോർട്ടിൽ പിടിച്ചു വെച്ചു എന്നാ. എയർപോർട്ടിൽ എന്താ പറഞ്ഞേ? മുഹമ്മദ് കുട്ടി എന്നല്ല. അപ്പം തീവ്രവാദിയാണോ എന്നുള്ള നിലയ്ക്ക് അവർ കുറച്ചുനേരം അവിടെ ഭയങ്കര ചെക്കപ്പായിരുന്നു. തുണി അഴിച്ച് അദ്ദേഹത്തെ ആകെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പൊ എന്താ സംഭവം? അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊരു എന്നാ പിന്നെ മുഹമ്മദ് എന്ന പേര് വേണ്ട, നമ്മളെ തീവ്രവാദിയുടെ ലിസ്റ്റിൽ അകപ്പെടുത്തും. ഇതാണ് ഇന്നും മിക്ക ആളുകൾ പേര് വെക്കാത്തത്. പക്ഷെ വെച്ചോ, വീട്ടിലെ റിസ്ക് വിശാലമാകും. എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് 65 അടിച്ച് ഡെയിലി കൂടാം, കുഴിമന്തി അടിച്ച് റാഹത്തായിട്ട് കുഴി മാന്തുന്നത് വരെ കുഴിമന്തി. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഡെയിലി ഫുഡ് വെറുതെ പറയല്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഇബ്നു റഷീദ് എന്ന് പറയുന്ന അക്കാലഘട്ടത്തിൽ വലിയ പണ്ഡിതൻ മഹാനുഭാവം പറയുന്നു, ഇത് അവര് പറയാൻ കാരണം മദീനക്കാരുടെ തജ്രിബത്ത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവരിത് പരിശീലിച്ച് വീട്ടിൽ ഒരാൾക്കെങ്കിലും മുഹമ്മദ് എന്ന് പേര് വെക്കും, ആ വീട്ടിൽ നല്ല ഭക്ഷണമാണ്. മാമിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദിൻ ഇല്ലാ റുസ്ഖു റിസ്ഖ ഖൈർ. നല്ല ഫുഡ് വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ കൂടി ഫുഡ് കിട്ടാൻ ഇവൻ കാരണമായി തീരുമെന്ന്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ ഈ സദസ്സിലുണ്ടോ മുഹമ്മദ് എന്ന് പേരുള്ളവരുണ്ടാ? ആരുമില്ല. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? മുഹമ്മദ് എന്ന് മാത്രമല്ല, അല്ലാതെ ഉണ്ടോ? ചേർത്തുണ്ടോ? മുഹമ്മദ് എന്ന് ചേർത്ത്. അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. കണ്ടാ, ഇപ്പൊ മൂപ്പര് കാരണം നമുക്ക് ഈ വെള്ളം കിട്ടിയില്ലേ? വെള്ളം പോലും ഇവിടെ കിട്ടൂല. അതാ പറഞ്ഞത്, അങ്ങനെ ഉള്ള ഒരാളെങ്കിലും വേണമെന്ന്. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അതാണ് ഒരു ഭയങ്കരമാണതൊക്കെ. നമ്മുടെ വീട്ടിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുഹമ്മദ് എന്നുള്ള പേര്, ഒരു പേരിൽ എന്തിരിക്കുന്നു മുസ്ലിയാരെ എന്നല്ല, പേരിലാണ് എല്ലാം ഇരിക്കുന്നത്. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ വാപ്പ ഹസിൻ എന്ന പേരുള്ള വാപ്പയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നു. നബി തങ്ങൾ ചോദിച്ചു, മസ്മുക, പേരെന്താണ്? എന്റെ വാപ്പ പറഞ്ഞു, എന്റെ പേര് ഇസ്മി ഹസിൻ, എന്റെ പേര് ദുഃഖിതൻ എന്നാണ്, ദുഃഖമെന്നാണ്. ഹസിൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ, ദുഃഖം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നബി തങ്ങൾ ഉടനെ പറയുകയാണ്, അന്ത സഹ്ലുൻ, നീ എളുപ്പമുള്ളവനാണ്, എളുപ്പമുള്ളവനാണ്. നിന്റെ ഈ പേര് മാറ്റിയേക്ക്, നിനക്ക് പറ്റിയ പേര് സഹിൽ എന്നാ. അന്ത സഹിൽ, നീ സഹിൽ എന്നാ പേരുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. ഒരാളുടെ പേര് അത് മോശമാണെന്ന് കണ്ട അപ്പൊ പേര് മാറ്റിക്കൊടുക്കും. എത്രയോ പേര് അങ്ങനെ മാറ്റിയിട്ടുണ്ട്, എത്രയോ പേര് മാറ്റി. ഉമർ റളിയല്ലാഹുവിന്റെ മകള്, ഉമർ റളിയല്ലാഹുവിന് ആദ്യം അമുസ്ലിം ആയിരുന്നു അല്ലെ, പിന്നീടാണ് മുസ്ലിം ആയത്. ഉമർ റളിയല്ലാഹുവിന് ചരിത്രമൊക്കെ അറിയാവുന്നതാണ്. ഉമർ റളിയല്ലാഹു തആല ഖുർആന്റെ ആയത്ത് കേട്ടിട്ടാണ് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പെങ്ങളുടെ പേര് നിങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ പെൺമക്കളുടെ പേരെന്താ? പെൺമക്കളുടെ പേര് ചോദിച്ചപ്പോ ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞു, എന്റെ മകളുടെ പേര് ആസിയ എന്നാണ്. ആസിയ എന്ന് പറഞ്ഞാൽ ദോഷിയായവൾ, പാപിയായവൾ എന്നാണ്. അവ പറഞ്ഞു, ആ പേരങ്ങ് മാറ്റിക്കോ, അവളുടെ പേര് ജമീല, സൗന്ദര്യമുള്ളവളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ദോഷിയായവൾ എന്നുള്ള പേര് വേണം. കാരണം എന്താ? പിന്നെ ദോഷം ചെയ്തുകൊണ്ടേയിരിക്കും, എന്തെങ്കിലുമൊക്കെ അശ്ലീലത ജീവിതത്തിൽ കടന്നുകൂടും. പേര് സ്വാധീനിക്കും ജീവിതത്തിൽ. നല്ല പേരിടുമ്പോഴേക്കുള്ളൂ ജനങ്ങൾക്കിടയിൽ അതിനനുസരിച്ച് അവനൊരു വിൽപ്പവർ ഉണ്ടാവുകയുള്ളൂ, അവനൊന്ന് ഉന്നമനാകണം തോന്നുകയുള്ളൂ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നല്ല പേരിടുമ്പോൾ ആ പേരിനൊത്തിച്ച് നമ്മൾ ജീവിക്കും. അതാണ് അതിന്റെ വ്യത്യാസം. മറ്റേത് ആ മോശപ്പെട്ട പേരുമായിട്ട് നമ്മളങ്ങ് കൂടും, ആ രീതിയിൽ തന്നെ അങ്ങ് പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹസിൻ എന്ന പേരുള്ള ഈ സഹോദരൻ പറഞ്ഞു, എന്റെ പേര് ഹസിൻ എന്നാണ്. നബി തങ്ങൾ പറഞ്ഞു, വൈറുസ്മക്, നിന്റെ പേര് മാറ്റിക്കോ, നിന്റെ പേര് അന്ത സഹുലുൻ, സഹിൽ എന്നാണ്, എളുപ്പം ചെയ്യുന്നവനെന്നാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ പേര് മാറ്റൂല, കാരണം എനിക്ക് പേര് വെച്ചത് എന്റെ വാപ്പയാണ്. അദ്ദേഹത്തിന് വാപ്പയെ വലിയ ഇഷ്ടമാണ്. വാപ്പയാണ് പേര് വെക്കേണ്ടതും, അതും പഠിച്ചു വെക്കണം. മക്കൾക്ക് പേരിടൽ ഏറ്റവും ബന്ധപ്പെട്ടത് ആരാണ്? ഫത്ഹുൽ മുഈനിൽ കാണാം, ആരാ ഇടേണ്ടത്? വാപ്പ. കുട്ടിയുടെ പിതാവാണ് കുട്ടിക്ക് പേര് നിർദ്ദേശിക്കേണ്ടത്. ഇനി അദ്ദേഹം ഇല്ല എങ്കിൽ പിന്നെ സ്ഥാനം വല്ലുപ്പാക്കാണ്, അഥവാ കുട്ടിയുടെ വാപ്പയുടെ വാപ്പാക്ക്, വല്ലുപ്പക്കാണ് പിന്നീട് സ്ഥാനം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കുള്ളൂ. ഇത് നമ്മുടെ വീട്ടിലാരെ പേരിടുക? അയൽവക്കത്ത് വീട്ടിലെ താത്ത വന്നിട്ട് പറയും, ഇന്ന പേരിട്ടോ, അതാകുമ്പോൾ ആർക്കും ഇല്ല, ഷെയ്ത്താന് ആർക്കും ഇല്ല, അവന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ 2 അക്ഷരമുള്ള പേര് വേണം, താ കൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തത്താന്നിട്ടോളാൻ പറഞ്ഞു, എളുപ്പമുണ്ട്. 2 അക്ഷരം മതി, താ കൊണ്ട് തുടങ്ങണമെന്ന്. തത്താന്നിട്ടോ, എന്നാൽ എളുപ്പമുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. പാപ്പാടെ പേരിന്റെ ആദ്യക്ഷരവും ഉമ്മാടെ പേരിന്റെ ആദ്യക്ഷരവും. ഷുക്കൂർ എന്ന പേരുള്ള വാപ്പയും ജമീല എന്ന് പേരുള്ളതാകുന്ന ഉമ്മയാണെങ്കിൽ ഷുജു എന്നിടും, എന്തെങ്കിലും ഒരു പേര്. അങ്ങനെ പേരെന്തെങ്കിലും ഒക്കെ ഇടുക, ഷുജു എന്തെങ്കിലും ഇടുക, എന്തെങ്കിലും ഒരു പേരാവണം. അങ്ങനെ ആകരുത്, നല്ല പേര്, പേരിനൊരു അർത്ഥമുണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
നമ്മൾ ഓരോരുത്തരും നമ്മുടെ പേരിലേക്ക് ശ്രദ്ധിക്കണം. ആ പേരിന് അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കണം. പേര് മോശമാണെങ്കിൽ മാറ്റണം. അതിനൊന്നും മടിക്കണ്ട. ഇന്ന് ഗവൺമെന്റ് തലത്തിൽ തന്നെ അതിനൊക്കെ മാറ്റാനുള്ള സംവിധാനങ്ങളുണ്ട്. പേരും ഒപ്പും മാറ്റാൻ പറ്റും. ഒരു 5000 രൂപ മുടക്കാണെന്നെങ്കിൽ രണ്ടും മാറ്റാം. നമ്മൾ SSLC ബുക്കിൽ എഴുതി ഒപ്പിട്ട ഒപ്പുണ്ടല്ലോ, ആ ഒപ്പാണ് ഇലാ യൗമിൽ ഖിയാമ വരെ നമുക്ക് എവിടെയൊക്കെ ഒപ്പിടണോ അവിടെയൊക്കെ ഒപ്പിടേണ്ടത്. അതുകൊണ്ട് തന്നെ SSLC ബുക്കിൽ നോക്കി ഒപ്പിടണേന്ന് പറയാം. നല്ല ഒപ്പിടണമെന്ന് പറയാം. അന്ന് നമുക്ക് ഒപ്പിടാൻ അറിയുണ്ടാവില്ല. ഒരു വര വരച്ച് 2 കുത്ത് മുകളിലും താഴെ 5 കുത്ത് ഇട്ട് വെച്ചിട്ട് കുഞ്ഞാപ്പൂന്ന് എഴുതിയിട്ട് ഒപ്പിട്ടിട്ടുണ്ടാവും. +2 പഠിക്കുമ്പോഴായിരിക്കും നമ്മൾ കരുതുന്നത്, പടച്ചവനെ ഈ ഒപ്പ് കൂട്ടുകാർ ഒപ്പ് കണ്ടിട്ട് വല്ലാത്ത മോശം ഒപ്പാണല്ലോ, ഒപ്പൊന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് കരുതുന്ന ഈ കൂട്ടത്തിൽ ധാരാളം സഹോദര സഹോദരിമാർ അങ്ങനെ ഉണ്ട്, ഞാനടക്കം. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ BA ക്ക് പോകുന്നു, PG ക്ക് പോകുന്നു. അപ്പം അങ്ങനെ പഠിക്കുമ്പോഴൊക്കെ ചിന്തിക്കും, പടച്ചവനെ ഈ ഒപ്പൊന്ന് മാറ്റിയാൽ കൊള്ളാം, ഇതൊന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് ചിന്തിക്കും. പക്ഷെ അതിനൊക്കെ വകുപ്പുണ്ടെന്നർത്ഥം. ഒപ്പ് മാറ്റുന്നതിനാണ് കൂടുതൽ കാശ്, 1000 രൂപ എക്സ്ട്രാ ആണ്. പേര് മാറ്റുന്നതിനേക്കാൾ കൂടുതൽ. രണ്ടും കൂടി മാറ്റാൻ വെറും 5000 രൂപയ്ക്ക് രണ്ടും മാറ്റാൻ പറ്റും. 5000 രൂപ ചുവടേ ഉള്ളൂ. ഒരു 4 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. 3000 രൂപ 4000 റേഞ്ചായിരുന്നു. ഇന്നിപ്പോൾ 5000 രൂപ കൂട്ടി അങ്ങേറ്റം പോയാൽ. പേരും മാറ്റാം, ഒപ്പും മാറ്റാം. നല്ല ഒപ്പ് ഇട്ട് ശീലിക്കുക, നല്ല പേരും മാറ്റുക. പേര് നമുക്ക് റാഹത്തായിട്ട് മാറ്റാം. പേരെന്തെങ്കിലും ബിരുദമൊക്കെ ആണെങ്കിൽ അത് ചേർക്കുകയാണെങ്കിൽ ആ ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നേ ഉള്ളൂ. ഞാനതിന്റെ നിയമ നടപടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ചിലർ ഓ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല, ഇനി പേര് മാറ്റി അതൊക്കെ വലിയ, അങ്ങനെയല്ല. പേര് മാറ്റിക്കോ. നല്ല പ്രായമുള്ള മനുഷ്യനായി ഇദ്ദേഹം, ഹസൻ എന്ന പേരുള്ള മനുഷ്യൻ. നബി തങ്ങൾ പറഞ്ഞു ഈ പേര് മാറ്റ്. അദ്ദേഹം പറഞ്ഞു പേര് മാറ്റൂല, എന്റെ വാപ്പ ഇട്ട പേരാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മക്കൾ പറയാ, സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഫമാ സാലത്ത് ഫീനാ ഹസീറുൻ, ഞങ്ങൾക്ക് പിന്നീട് ജീവിതം മുഴുവനും ദുഃഖമായിരുന്നു. നബി തങ്ങൾ പറഞ്ഞിട്ട് പേര് മാറ്റാത്തത് കൊണ്ട് മക്കളാകുന്ന ഞങ്ങൾക്ക് പോലും അത് വല്ലാതെ പ്രതിഫലിച്ചു. ഞങ്ങളുടെ ജീവിതം മുഴുവനും ദുഃഖമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, സഹാബിയാൻ. പക്ഷെ വാപ്പ, അദ്ദേഹത്തിന്റെ വാപ്പ നബിതങ്ങളെ കണ്ടപ്പോ പേര് മാറ്റാൻ പറഞ്ഞപ്പോ പേര് മാറ്റിയില്ല. അതുകൊണ്ട് ആ കുടുംബം പിന്നീട് വല്ലാത്ത ദുഃഖത്തിലകപ്പെട്ടു. ദുഃഖം എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ചിലർക്ക്. ഇപ്പൊ കോടികൾ മുതലുള്ള ആളായിരിക്കും, പക്ഷെ ആളെപ്പോഴും ദുഃഖിതനായിരിക്കും. ദുഃഖം ഉണ്ടാകാൻ അള്ളാഹു ഒരു മനസ്സിൽ എന്തെങ്കിലും ഒരു മശക്കെട്ടിട്ട് കൊടുത്താൽ മതി. ചിലപ്പോൾ ആരും അറിയൂല, അയാൾക്കൊരു ചെറിയ അവയവത്തിൽ ക്യാൻസർ ഉണ്ടാവും, അയാൾ ആ വിഷയത്തിൽ ദുഃഖിതനായിരിക്കും. ചിലപ്പോൾ ആരും അറിയുണ്ടാവില്ല, അയാളുടെ മകൻ വൈകല്യമുള്ളവനായിരിക്കും, ഇല്ലെങ്കിൽ മകൾക്ക് മാരകമായ അസുഖം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് അസുഖം ഉണ്ടാവും. ഇത് ഇയാൾക്ക് മാത്രമേ അറിയുള്ളൂ. ഒരുപാട് കൊല്ലം ജീവിക്കും, 50 വർഷമൊക്കെ ജീവിക്കും, പക്ഷെ ഈ അസുഖം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന് ടെൻഷനായിരിക്കും. എന്നതുപോലെ ദുഃഖം ജീവിതത്തിൽ വിട്ടൊഴിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖം നിഴലിച്ചിരുന്നു, ആ പേര് ഉപ്പ മാറ്റാത്തത് കൊണ്ട് എന്ന് സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ പേരിൽ അർത്ഥമുണ്ടെന്നർത്ഥം, പേരിൽ കാര്യമുണ്ട്, ശ്രദ്ധിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുനാദി മുനാദിൻ ഫിസ്സമാഇ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ മലക്കുകളെ കൊണ്ട് അല്ലാഹു വിളിപ്പിക്കുകയാണ്, അലാ ലിയഖും ഇസ്മു മുഹമ്മദ്, മുഹമ്മദ് എന്ന പേരുള്ളവർ നിൽക്കണേ നിൽക്കണേ, ഫല്ലദുഖുലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണേ. മുഹമ്മദ് എന്ന പേരുള്ളവർ സ്വർഗത്തിലേക്ക് കടക്കട്ടെ എന്ന് അല്ലാഹു മലക്കുകൾ മുഖേന വിളിച്ചു പറയുമേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഇന്നാ ഹബ്ബൽ അസ്മാഇ ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരൊക്കെ എന്നറിയുമോ? അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. മുഹമ്മദ് എന്നുള്ള പേരിന് ശ്രേഷ്ഠതയുണ്ട്, പക്ഷെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ. ആ പേരാരെങ്കിലും ഉണ്ടോ? അബ്ദുല്ല എന്ന പേരുള്ളവരുണ്ടോ? അബ്ദുറഹ്മാൻ എന്ന പേരുള്ളവരുണ്ടോ? വഇന്നാ ഹബ്ബൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള എന്നാണ്, അബ്ദുറഹ്മാൻ എന്നാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അതാണ്. അതിന്റെ കാര്യം എന്താ? അതിന്റെ രണ്ടിന്റെ അർത്ഥം അള്ളാഹുവിന്റെ അടിമ എന്നാണ്. അബ്ദുള്ള അള്ളാഹുവിന്റെ അടിമ, അബ്ദു എന്ന് പറഞ്ഞ ദാസൻ, അള്ളാഹുവിന്റെ ദാസൻ, അള്ളാഹുവിന്റെ അടിമ. അബ്ദുറഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമ. അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് ആ പേര്. മലബാറിലാണ് ചോദിച്ചെങ്കിൽ മുഴുവൻ കൈവെക്കും, കാരണം എല്ലാവർക്കും ഈ പേരുകളായിരിക്കും. നമുക്ക് പേരുകളോടൊരു വിരക്തി വന്നു പോയി, നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഒരു പേരിടുക. നമ്മുടെ പേരും ഭാര്യയുടെ പേരിൻ്റെയും ആദ്യത്തെ അക്ഷരം ഞാനീ പറഞ്ഞ പോലെ, അല്ല അവസാനത്തെ അക്ഷരം
അല്ലെങ്കിൽ ആൽഫബറ്റിക് ലിപിയിൽ ആദ്യം തന്നെ കുട്ടിയെ പേര് വിളിക്കുക. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റത്ത് കുളിച്ചാൽ മതി നമ്മുടെ പിള്ളേർ. നമ്മളെ പോലെ തന്നെ ഏറ്റവും ബാക്കി വഞ്ചി പോയിരുന്നാൽ മതി എന്ന രീതിയിൽ ഏറ്റവും ഇസഡ് കൊണ്ടുള്ള പേര് നോക്കും. അല്ലെങ്കിൽ 2 അക്ഷരമുള്ള പേര് നോക്കും, എളുപ്പത്തിന് വിളിക്കാൻ. ഇല്ലേ വീട്ടിൽ വിളിക്കുക ഒരു പേര്, അതായിക്കോട്ടെ, ഒരു ഓമന പേരിട, അതിനൊന്നും വിഷയമൊന്നുമില്ല. നമുക്ക് ഒറിജിനൽ നെയിം നല്ല പേരുണ്ടാകണം. എന്തുകൊണ്ട് ബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നകും തുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും. നാളെ ഖിയാമത്ത് നാളിൽ സർവ്വജനങ്ങളും പടച്ച റബ്ബിന്റെ കോടതിയിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വിളിക്കപ്പെടുന്നത് നിങ്ങളുടെ പേര് കൊണ്ടാണ്, നിങ്ങളുടെ വാപ്പയുടെ പേരിലേക്ക് ചേർത്തിട്ടാണ്. അബ്ദുറഹ്മാൻ എന്ന വ്യക്തിക്ക് അബ്ദുള്ള എന്ന മകനുണ്ട് എങ്കിൽ അവരെ വിളിക്കപ്പെടുക ഉപ്പയുടെ പേരിലേക്ക് ചേർത്ത് നോക്കിയിട്ട് വിളിക്കും. ഇന്ന ആളുടെ മകനെ വിളിക്കാൻ അള്ളാഹുവിന്റെ ദർബാറിൽ മഹ്ശറിൽ വിളിക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങോട്ട് പോരെ അല്ലാഹ് എന്ന് പറഞ്ഞ് വിളിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പേര് നന്നാക്കണേ. ഫഅഹ്സിനു അസ്മാഅക്കും, നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേ. മഹ്ശറിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പേരും ഉപ്പാടെ പേരും കൂടി ചേർത്ത് വിളിക്കും, മഹ്ശറിൽ വിളിക്കും. അങ്ങനെയാണ് ജനങ്ങളെല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ പേര് നന്നാക്കണം. മോശപ്പെട്ട പേരാണെങ്കിൽ നമ്മൾ മാത്രമല്ല, വക്കത്തുള്ളവർ മാത്രമല്ല കേൾക്കുന്നത്, ഇന്ന് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, ഇനി വരാനിരിക്കുന്നവരും കഴിഞ്ഞ സമൂഹമായ കോടിക്കണക്കിന് ജനങ്ങളാണ്. വിശ്വാസികൾ, അവിശ്വാസികൾ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ. അതൊരു വലിയ സംഭവമാണ്. പേര് വിളിക്കാന്ന് പറയാൻ ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോൾ എല്ലാവരും അറിയുന്ന നിലക്കാണ് വിളിക്കപ്പെടുക. അപ്പോൾ വാപ്പാടെ പേരും നമ്മുടെ പേരും കൂടെ ചേർത്തിട്ടൊരു വിളിയുണ്ട് മലക്കുള്ള, ഒരു 1.5 വിളിയാണ്. ആ വിളി വിളിക്കുമ്പോഴത്തേക്കും നല്ല സ്റ്റൈലായിട്ട് കയറി ചെല്ലണമെന്നുണ്ടെങ്കിൽ പേര് നന്നാണ്, നല്ല പേര്. നമ്മളെ സമാജത്തിലെ അല്ലെങ്കിൽ മദ്രസയിലും ഒക്കെ സ്കൂളിലൊക്കെ ട്രോഫി കിട്ടിയിട്ട് വിളിക്കുമല്ലോ, വിളിക്കുമ്പോൾ നല്ല രീതിയിൽ പേര് വിളിക്കുക. ആ കുഞ്ഞാപ്പു അല്ലാഹ് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ പോയില്ലേ. നമുക്ക് ആ പേര് നല്ല അടിപൊളിയായിട്ട് വിളിക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രോഫിയൊക്കെ വാങ്ങുന്നത്. അപ്പൊ ആ പേര് നല്ല രീതിയിൽ വിളിച്ചാൽ അങ്ങനെ ആയിരിക്കും, അതായിരിക്കും മഹ്ശറിൽ നിന്നെ വിളിക്കുന്നത്. മഹ്ശറിലെ വിളി എന്ന് പറഞ്ഞാൽ 1.5 മൈക്ക് സെറ്റ് ആയിരിക്കും, ഭയങ്കര വിളിയാ, നല്ല വിളിയായിരിക്കും വിളിക്കുക. എല്ലാവരും കേൾക്കണ്ടേ, ചെറിയ ജനമൊന്നുമല്ലല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കി എന്തായി പറയുന്നത്. നമ്മുടെ ഈ വക്കത്തുള്ള മുഴുവൻ ആളുകൾ കൂടി ഇവിടെ തരിച്ചുകൂടിയാൽ എന്തായിരിക്കും? മുസ്ലിമും അമുസ്ലിമും എല്ലാവരും കൂടി ഇവിടെ ഗ്രൗണ്ടിൽ നിറയൂലേ? ചിന്തിച്ചു നോക്കും. മുസ്ലിമീങ്ങൾ വന്നിട്ട് തന്നെ ഇത്ര, അപ്പൊ പിന്നെ ബാക്കിയുള്ളവരൊന്നും ചിന്തിച്ചു നോക്കി എത്രയായിരിക്കും? ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ പേര് നന്നാക്കണേ. ഹബീബായ റസൂലുള്ളാഹി. മക്കളോടുള്ള കടമയുള്ള 3-മത്തേത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ലാസ്റ്റത്തെ 3-മത്തെ ഇതുകൂടെ ഉള്ളൂ, കഴിഞ്ഞു. വയുഅല്ലിമുൽ കിതാബ്, മക്കൾക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കലാണ്. മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കലാണ്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കലാണ്. ഈ 3 കാര്യങ്ങൾ കേട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തുള്ള കുട്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ ഇന്ന അബീ ഹാദാ യാഖുനി. നിങ്ങൾ ഈ പറഞ്ഞത് വെച്ച് നോക്കുകയാണ് എങ്കിൽ ഞാനല്ല വാപ്പയെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്, വാപ്പയാണ്. എന്റെ വാപ്പ എന്നെ ബുദ്ധിമുട്ടിച്ചു. ഇന്ന അബീ മസ്തൻജബ ഉമ്മീ, എന്റെ വാപ്പ എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തതല്ല. 400 ദിർഹമിന് വാപ്പ ഉമ്മയെ കമ്പോളത്തിൽ നിന്ന് വാങ്ങിയതാണ്. കമ്പോളത്തിൽ വിൽക്കാൻ വെച്ച കച്ചവട ചരക്കായിരുന്നു ഉമ്മ, അടിമശ്രീയായിരുന്നു ഉമ്മ. എന്റെ ഉമ്മയെ വാങ്ങിയതാണ്. 400 ദിർഹം കൊടുത്തുകൊണ്ട് വാപ്പ വിലക്കെടുത്തതാണ്. അഥവാ എന്റെ ഉമ്മ സാലിഹത്തായ പെണ്ണല്ല, എന്റെ ഉമ്മയെ തിരഞ്ഞെടുത്തതല്ല. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞില്ലയോ, നിങ്ങളെ സൂക്ഷിക്കണേ സഹാബ, ഖൽറാഉ തമനിനെ സൂക്ഷിക്കണേ. ഖാലൂ വമാ ഖൽറാഉ തമൻ യാ റസൂലല്ലാഹ്. നബിയേ ഖൽറാഉ തമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അൽ മർഅത്തുൽ ഹസന ഫീ മംബത്തി സൂ. നല്ല പെണ്ണാണ്, സൗന്ദര്യമുള്ള പെണ്ണാണ്,
വെളുപ്പുള്ള പെണ്ണാണ്, സൗന്ദര്യബോധമുള്ള പെണ്ണാണ്, പക്ഷേ കുപ്പത്തൊട്ടിയിൽ ജനിച്ചു വളർന്നതാണ്. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ കലാലയങ്ങൾ കൂടെ പഠിക്കുന്ന അന്യമതത്തിൽപ്പെട്ട സൗന്ദര്യമുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നവരെ, അവളുമായി പ്രേമം നടിക്കുന്നവരെ, നീ അവളുമായി ചങ്ങാത്തം മുൽകി അവളെ നീ വിവാഹം കഴിക്കുന്നതിലൂടെ അതിലൂടെ അള്ളാഹു നിനക്ക് മക്കളെ നൽകിയാൽ അവരോടുള്ള കടമയുടെ വിഷയത്തിൽ നീ വീഴ്ച വരുത്തിയവനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അത്തരത്തിലുള്ള പെണ്ണിനെ നീ വിവാഹം ചെയ്യരുതേ. ദീനുള്ള, നമസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, സക്കാത്ത് കൊടുക്കാൻ തയ്യാറുള്ള നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്യണേ. ഹബീബായ റസൂലുള്ളാഹി. ഇത് പെണ്ണിന്റെ കുടുംബക്കാര് ശ്രദ്ധിക്കേണ്ടതാണ്. ചെറുക്ക നല്ല ദീനുള്ളതായിരിക്കണം, വാപ്പ നല്ല ദീനുള്ളതായിരിക്കണം. കള്ളു കുടിച്ചുകൊണ്ടും ഇല്ലെങ്കിൽ അശ്ലീലമായ രീതിയിൽ നടക്കുന്ന ഒരു ഉപ്പയാണ് എങ്കിൽ മക്കള് സാലിഹാൻ വലിയ വിഷമമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എപ്പോഴും കള്ളുകൂടിയും സിഗരറ്റ് വലിയും തന്നെയാണ്. ആ രീതിയിലാണ് എങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോ ബഹുമാനപ്പെട്ട മഹാനുഭാവനാകുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനുഭാവനോട് കുട്ടി പറയുകയാണ്, എന്റെ വാപ്പ എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തതല്ല, എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തിട്ടില്ല. ഇഷ്തറാഹ ബി400 ദിർഹമ, 400 ദിർഹമിന് ഉമ്മയെ വാപ്പ സ്വന്തമാക്കിയതാണ്. തീർന്നില്ല. വമാ ഹസന ഇസ്മി, എന്റെ പേര് എന്റെ ഉപ്പ നന്നാക്കിയിട്ടില്ല, നല്ല പേരെനിക്ക് വെച്ചിട്ടില്ല. സമ്മാനി ജഅല, എന്റെ വാപ്പ എനിക്ക് പേര് വെച്ചത് ജഅല എന്നാണ്, കരിവണ്ട് എന്നർത്ഥം വരുന്ന പേരാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. ജഅല അർത്ഥം എന്താണ്? കരിവണ്ട്. കരിവണ്ട് മോനെ എങ്ങ് വന്നേന്ന് പറയും. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് വിഷയം. നമ്മുടെ പേര് വെക്കുമ്പോൾ ഉള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ പേരിന്റെ അർത്ഥം ഇതൊക്കെ ആയിരിക്കും. ചോദിക്കുമ്പോൾ ചിലപ്പോൾ വലിയ വിടങ്ങേറാവും. കൊണ്ട് ചിരിക്കണ്ട. അല്ലാഹു നമ്മളെ സാലിഹി ഉൾപ്പെടുത്തട്ടെ. നല്ല പേരിടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പേര് മോശമായെങ്കിൽ മതി. ഇപ്പൊ ഇരിക്കുന്ന പേരൊക്കെ നല്ല പേരാണോ എന്നുള്ളത് നമ്മളെന്ത് ചെയ്യുക? നമ്മുടെ മഹലിലെ ഖത്തീബുമാരോട് ഉസ്താദുമാരോട് ചോദിക്കുക. ഉസ്താദിന് പണിയായി, നാളെ നേരം വെളുക്കുമ്പോൾ എല്ലാവരും വരും. എന്തായാലും കൈമടക്ക് കൊടുത്തേക്കണം. ചോദിച്ചിട്ട് പറഞ്ഞു തരുമ്പോൾ ഉസ്താദ് എന്നാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അവർക്ക് റാഹത്താണ്. മറ്റേത് ഡിക്ഷണറി നോക്കി വല പിടിക്കുന്നത് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെയും വരികയാണ്. ചില ആളുകളുണ്ട് മക്കൾക്ക് പേരിടാൻ വേണ്ടി 50 പേരുമായിട്ട് വരും. സാറേ ഇതെങ്ങനെയുണ്ട്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു വിധത്തിൽ ഡിക്ഷണറി നോക്കി പറഞ്ഞു കൊടുത്ത്, മൻഹൽ നോക്കി തലയ്ക്കും ഭാഗത്ത് വെച്ചുകൊണ്ട് ഉറങ്ങാണ്. രാവിലെ ഹൈവാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു കൊടുത്ത് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ കഥവ് വീണ്ടും തുറന്നിട്ട്, സാറേ വേറൊരു പേരുണ്ട്, ഹൈവാനെ നീ പോയില്ലേ മനസ്സുകൊണ്ട് അടച്ചവന്. ഇല്ല സാറേ, ഒരു ഇതിൻ്റെ കൂടെ അർത്ഥം കൊണ്ട് പറഞ്ഞു തന്നു. അപ്പോൾ അതിൻ്റെയും പറഞ്ഞു കൊടുത്തു ഒരു വ്യക്തി. അപ്പോൾ ഉണ്ട് ഒരു 50 പേര് പേപ്പറിൽ എഴുതി തന്നേക്കും. ഉസ്താദ് വൈകുന്നേരം തന്നാൽ മതിയെന്ന് പറഞ്ഞാൽ ഉസ്താദിന് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇത് നോക്കിക്കൊണ്ടിരുന്നോളൂ. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. എങ്ങനെയായാലും നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അവരിതിനു വേണ്ടി നിലകൊള്ളുന്നവരാണ്. നമ്മുടെ മഹലിന്റെ അഭിവൃദ്ധിക്ക് നിങ്ങളിത് ചോദിക്കാൻ അവർ കാത്തിരിക്കാൻ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇതെന്താ ഇങ്ങൊരു ആമി നാട്ടുകാർക്കില്ല? തുറക്ക ആമീൻ പറയും. അല്ലാഹുവിനെ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. ധാരാളം കാലം ഞങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകാൻ ഉസ്താദുമാർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. പേരിടുക. കുട്ടി ജനിച്ച് 7ന്റെ അന്നാണ് പേരിടൽ കർമ്മം നടത്തുന്നത്. 7 ദിവസമുണ്ട്. അന്ന് തന്നെ നടത്തൽ നിർബന്ധമല്ല, പക്ഷെ അന്നാണ് നടത്തൽ സുന്നത്ത്. 7ന്റെ അന്ന് കുട്ടി ജനിച്ച് 7ന്റെ അന്ന് പേരിടുക. നമ്മൾ പ്രസവം അറിഞ്ഞത് മുതൽ, അതാ ഗർഭം ധരിച്ചു എന്നറിഞ്ഞത് മുതൽക്കേ നമ്മൾ പേരിടാൻ തുടങ്ങും. ആണിന്റെ പേരും പെണ്ണിന്റെ പേരും എടുത്ത് ഗുണിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പ്രസവം കഴിയുമ്പോഴത്തേക്ക് ഈ പേര് ആരോടെങ്കിലും പറയുമ്പോൾ അവർ പറയും, ആ പേരില്ല, ശുക്കൂറിന്റെ മോനുണ്ടല്ല, അല്ല അവളുടെ അവന്റെ അനിയത്തിയുടെ മറ്റേ മറിച്ച് അവർക്കുണ്ട്, അപ്പച്ചീയുടെ മോക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് അതും കുളവാക്കി. ആർക്കും ഇല്ലാതെ കരുതിയിട്ട് അവനിരുന്നത്. ഇങ്ങനെ അവർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ആകെപ്പെട്ട് പിന്നെ അവരോട് പിന്നെ ചോദിക്കാം, നിങ്ങൾ പേരിട്ടുണ്ടോ? അങ്ങനെ അവരേതെങ്കിലും ഒരു പേര് കൊണ്ടുവരും. പേരിടാൻ വേണ്ടി നമ്മൾ ആരോടും പറയണ്ട. അങ്ങനെ പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരൊരു 10 പേരിട്ടുകൊണ്ട് ഇങ്ങോട്ട് വരും.
ആ പേര് ഒന്നും നമ്മൾ എടുത്തില്ല എങ്കിൽ അവർക്ക് മാനസികമായിട്ട് വലിയ വിഷമായിരിക്കും. അവരെ വെറുതെ മൊയന്താക്കിയതാണ്, വെറുതെ ആവശ്യമില്ല അവരോട് പേര് ചോദിച്ചിട്ട് വെറുതെ എന്തിനാ അവരോട് ഇറങ്ങുന്നത്. നമ്മൾ തന്നെ അതങ്ങ് സെറ്റ് ചെയ്യുക. അതാ ഞാൻ പറയാം, വാപ്പാക്കാണ് അതിൻ്റെ പൂർണ്ണ അധികാരം. നമ്മളൊരു ഉസ്താദിനോട് പോയി ചോദിച്ച് നല്ലൊരു പേര് സെലക്ട് ചെയ്തിട്ടങ്ങിടുക. അപ്പോൾ പിന്നെ ആരെങ്കിലും പറയുക ആ പേര് ഇന്ന ആളുടെ ആൾക്കുണ്ടല്ലോ, അത് ഞാൻ ഉസ്താദിനോട് ചോദിച്ചായിരുന്നു, ഇന്ന ഉസ്താദ് പറഞ്ഞ് ആ പേര് കുഴപ്പമില്ല റാഹത്താ ഇട്ടോളാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊരുത്തം കൂടി വാങ്ങിച്ചാൽ കിട്ടതാ എന്ന് പറഞ്ഞ് വായടഞ്ഞ് പിന്നെ നമ്മൾ കൂടുതലൊന്നും നോക്കാനില്ല. നല്ല പേരിട്ട് കൊടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. പേരിൽ ഖൈറുണ്ടെന്നർത്ഥം, പേരിൽ ഖൈറുണ്ട്. 7 കുട്ടിക്ക് മുടികളച്ചിൽ നടത്തുന്ന അന്നത്തെ ദിവസമാണ്. അന്നത്തെ ദിവസം തന്നെയാണ് കുട്ടിയുടെ മേൽ അഖീഖയുടെ അറിവ് നടത്തുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഇതിലൊക്കെ തർത്തീബുണ്ട്. ആദ്യം കുട്ടിക്ക് പേരിട്ട്, പിന്നെ അഖീഖയുടെ അറിവ് നടത്തി, പിന്നെ കുട്ടിയുടെ മുടി കളഞ്ഞ് ആ മുടിയുടെ തൂക്കമനുസരിച്ച് മുടി മുണ്ടനം ചെയ്യും. തല മുണ്ടനം ചെയ്ത് ആ മുടികളച്ചിൽ നടത്തി അതിൻ്റെ തൂക്കം കുറച്ച് ഗ്രാം ഉണ്ടാവുള്ളൂ, 1-2 ഗ്രാമോ 1.5 ഗ്രാമോ ഒക്കെ ഉണ്ടാവുള്ളൂ, 2 ഗ്രാം ഉണ്ടാവും, 3 ഗ്രാം ഉണ്ടാവും. ആ ഗ്രാം അനുസരിച്ച് സ്വർണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ഹദിയ ചെയ്യണം. ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ സ്വർണ്ണം വെള്ളി എടുത്ത് നമ്മൾ തന്നെ അണിയാണ്, ആർക്കും ഹദിയ ചെയ്യുന്നില്ല. എന്താ കാര്യം? അതിൻ്റെ തൂക്കം അത് കുറിച്ച് വെക്കണം. 1.5 ഗ്രാം 2 ഗ്രാം. 7 ദിവസമായിട്ടുള്ളൂ തലയിലെ മുടി, അതുകൊണ്ട് കുറച്ച് രോമമുള്ളൂ. ഇന്നുള്ള മക്കളുടെ മുടിയാന്ന് പറഞ്ഞാൽ പാപ്പ വീട് വിൽക്കേണ്ടി വരും, അലാസ് അതുപോലത്തെ മുടിയാണ് മൊത്തം വരും. ഇന്ന് 7 ദിവസമായതുകൊണ്ട് ആ മുടി വളരെ ചുരുങ്ങിയ മുടിയാണ്. ആ മുടി എന്ത് ചെയ്യുക? തൂക്കിയിട്ട് അതിൻ്റെ തൂക്കം കൊണ്ട് സ്വർണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ഹദിയ ചെയ്യണം. അവിടെയൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്, ഒരുപാടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. കാരണം അഖീഖയുടെ അറിവ് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട വിഷയം തന്നെയാണ്. അഖീഖ എന്ന് പറയുന്ന മൃഗം കുട്ടിക്ക് വേണ്ടി നടത്തുന്നതാകുന്ന അറിവാണ്. ഉദ്ഹിയ്യത്ത് നമ്മൾ ഇറക്കാറുണ്ട്. ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിന്റെ അതേ നിബന്ധന തന്നെയാണ് അഖീഖയുടെ മൃഗത്തിനുമുള്ളത്. അഥവാ എന്തെല്ലാം ന്യൂനതകളിൽ നിന്ന് ഉദ്ഹിയ്യത്തിന്റെ മൃഗം ഒഴിഞ്ഞു നിൽക്കണോ, ആ ന്യൂനതകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ നല്ല മൃഗമായിരിക്കണം കുട്ടിയുടെ മേലും അറക്കുന്ന അഖീഖയുടെ അറിവ്. സുന്നത്തായ അറിവാണത്, നിർബന്ധമായ അറിവല്ല, നേർച്ചയുടെ അറിവല്ല. ആരും നേർച്ചയാക്കാനും നിൽക്കണ്ട. അഖീഖ സുന്നത്തായ നിലയിൽ തന്നെ അങ്ങ് വിട്ടോളി. അത് ചെയ്തോളി. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതൊക്കെ ചെയ്യണം, കഴിവുള്ളവർ അങ്ങനെ ചെയ്യണം. ഇതൊക്കെ സുന്നത്താണ്, ആരുടെ മേൽ നിർബന്ധമല്ല. കഴിവുള്ളവർ ഇതൊക്കെ ചെയ്യണം, കുട്ടികളുടെ മേൽ ചെയ്യുന്നതാണ്. ആൺകുട്ടിയാണ് നിനക്ക് അള്ളാഹു നൽകിയത് എങ്കിൽ 2 ആട് സുന്നത്താൻ, 2 വയസ്സുള്ള 2 ആട് സുന്നത്താൻ. പെൺകുട്ടിയാണ് അള്ളാഹു നിനക്ക് നൽകിയത് എങ്കിൽ 1 ആട് സുന്നത്താൻ, 1 ആടിന് അറുത്തു കൊടുക്കൽ സുന്നത്താൻ. അഖീഖ എന്ന നിയ്യത്തിൽ അറുത്തു കൊടുക്കേണ്ട ദിവസം ഏതാ? കുട്ടി ജനിച്ച് 7ന്റെ അന്ന്. അന്ന് തന്നെ മുടികളച്ചിൽ നടത്താം. ഒരാളിനോട് സംശയം ചോദിച്ചു, ഉസ്താദേ കുട്ടി ജനിച്ച് 7 ചൊവ്വാഴ്ച ദിവസമായാൽ അന്ന് മുടികളച്ചിൽ നടത്താൻ പറ്റുമോ? അയാൾ ചോദിക്കാൻ കാരണമുണ്ട്. കാരണം സാധാരണ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ താടി രോമങ്ങളും അതുപോലെ തലമുടി രോമങ്ങളും ഒന്നും ആരും നീക്കം ചെയ്യാറില്ല. പ്രത്യേകിച്ച് സുന്നികൾ അക്കാര്യം ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഒരു ഹദീസുണ്ട്, ചൊവ്വാഴ്ച ദിവസം ഒരു സമയമുണ്ട്, ആ സമയത്ത് രക്തം പുറപ്പെട്ടാൽ രക്തം നിൽക്കൂല സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ബാർബർ ഷോപ്പ് എന്ന അവധിയായിരിക്കും ചില സ്ഥലങ്ങളിൽ. അതുകൊണ്ട് തന്നെ ചില ആളുകൾ പോകാറില്ല. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ അവധിയാണോ? അവധിയാ. കാരണം ആ ദിവസം ചില സമയത്ത് രക്തം പുറപ്പെട്ടാൽ രക്തം നിൽക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് താടി രോമവും തലയിലെ രോമവും ഒന്നും എന്ത് ചെയ്യാറില്ല, അന്നത്തെ ദിവസം ആരും നീക്കാറില്ല, നീക്കാനും പാടില്ല. ഇതിനൊക്കെ ഓരോ ടൈമും ദിവസവും ഉണ്ട്. തിങ്കളാഴ്ച ദിവസം, വ്യാഴം, വെള്ളി, ഈ 3 ദിവസങ്ങളാണ് ഏറ്റവും നല്ല ദിവസങ്ങൾ. ചൊവ്വാഴ്ച ഒരിക്കലും അരുത്, പാടില്ല. നഖം വെട്ടുന്നതും അങ്ങനെ തന്നെയാണ്. ഈ ദിവസങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. തിങ്കൾ, വ്യാഴം, വെള്ളി. ഇതിൽ വ്യാഴം വെള്ളിയാണ് ഏറ്റവും ശക്തിമത്തായ സുന്നത്ത്. ഇനി അതല്ല, താടിയിൽ നമ്മൾ ഇവിടെയൊക്കെ ഷേവ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഇച്ചിരി കൂടെ എന്താവും, 2 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ കിളിർക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം തിങ്കളാഴ്ച ദിവസം ആകുമ്പോൾ ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കിയേക്കാം, ഒന്ന് ഷേവ് ചെയ്ത് വൃത്തിയാകുക. ഏതും ആയിക്കോട്ടെ, അതങ്ങനെ ആയിക്കോട്ടെ. ഇതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിച്ചത്, ഈ ചൊവ്വാഴ്ച ദിവസം കുട്ടി ജനിച്ചിട്ട് 7 എന്ന് വന്നു, ചൊവ്വാഴ്ച വന്നാൽ അന്ന് കുട്ടിയുടെ മുടികളച്ചിൽ നടത്താൻ പറ്റുമോ? അതാണ് മസല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്ന ഫത്ഹുൽ മീൻ രചിച്ച മാനുഭാവന്റെ ഉസ്താദാണ്. അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കപ്പെട്ടിട്ടുണ്ട്. മക്കക്കാരനാണ്, മക്കയിലെ പ്രമുഖ മുദരിസായിരുന്നു. അദ്ദേഹം കൊടുത്ത മറുപടി അദ്ദേഹത്തിന്റെ ഫതാവയിൽ കാണാം. കുട്ടി ജനിച്ചിട്ട് അതിന്റെ 7 ചൊവ്വാഴ്ച ആയാലും അന്ന് തന്നെ മുടികളച്ചിൽ നടത്തണം. കുട്ടിക്കതൊരു പ്രശ്നമല്ല, മറ്റുള്ളവർ അതൊന്നും ചെയ്യാതിരുന്നാൽ മതി.
അതെന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്മേൽ പിടിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, കുട്ടി ജനിച്ചു 7-ന്റെ അന്ന് മുടികളച്ചിൽ നടത്തണമെന്നാണ്. അത് ചൊവ്വാഴ്ച ആയാലും നിങ്ങൾ അന്ന് തന്നെ നടത്തിക്കോണം എന്നാണ് മഹാനുഭാവം പഠിപ്പിച്ചത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത് ചിലർ പറയും ചൊവ്വാഴ്ചയല്ലേ, ആ ദിവസം കൊള്ളൂല, മറ്റന്നാളെ ആയിക്കോട്ടെ, ബുധനാഴ്ച ആയിക്കോട്ടെ, ഇല്ല വ്യാഴാഴ്ച ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നീട്ടാറുണ്ട്. അത് വേണ്ട എന്നർത്ഥം. ഏതിനും? മുടികളച്ചിലിന്, കുട്ടിയുടെ മുടികളച്ചിൽ. അപ്പൊ അന്നത്തെ ദിവസം ആദ്യം ചെയ്യേണ്ടത് കുട്ടിക്ക് പേരിടുക. ഞാൻ നിർത്തുകയാണ്. നമ്മൾ ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ഇൽമുണ്ടാകണം, അതിനാണ് ഈ കാര്യം പറയുന്നത്. ഇതൊന്നും എവിടെ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ കിട്ടാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. കുട്ടി ജനിച്ച് 7-ന്റെ അന്ന് ആദ്യം കുട്ടിക്ക് നല്ല പേരിട്ടു. മുഹമ്മദ് എന്ന പേരാണെങ്കിൽ മുഹമ്മദ് നിട്ടു. മുഹമ്മദ്, യാ മുഹമ്മദ്, എന്റെ മകന് മുഹമ്മദ് എന്ന പേര് ഞാൻ നാമകരണം ചെയ്യുന്നു. മുഹമ്മദ്, യാ മുഹമ്മദ്, മുഹമ്മദേ മുഹമ്മദേ 2 പ്രാവശ്യം വിളിക്കുക. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ഇത്രയും മതി. അവിടെ നിൽക്കുന്നവരോട് പറയാം, അല്ല നാട്ടുകാരോട് മൈക്ക് കെട്ടിയിട്ട് പറയാം എൻ്റെ മകന് മുഹമ്മദ് പേരിടൊന്നും വേണ്ട. അവിടെ രാവിലെ നമ്മൾ കുട്ടിക്ക് പേര് വിളിക്കാന്നുള്ളത്, അതാണ് പേര് വിളി എന്ന് പറഞ്ഞത്. അല്ലാതെ 50 പേരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഓ മുഹദ്ദീൻ എന്ന് വിളിക്കുന്ന പോലെ യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വെച്ചിടൊന്നും വേണ്ട. നമ്മൾ പതുക്കെ യാ മുഹമ്മദ്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. കാരണം അശ്രദ്ധ ഈ വിഷയത്തിലൊക്കെ ഒരുപാട് ആളുകൾക്കുണ്ട്, ഒരുപാട് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത് അറവ് നടത്തുന്ന ഉരുവിന്റെ അടുക്കൽ വന്നു. ഉരുവിനെ അറക്കാൻ വേണ്ടി മുമ്പായിട്ട് നിയ്യത്ത് ചെയ്യുന്നു, എൻ്റെ മകൻ മുഹമ്മദിന്റെ സുന്നത്തായ അഖീഖയെ ഞാൻ വീട്ടുന്നു എന്ന് ഉപ്പ നിയ്യത്ത് ചെയ്ത്, ഉപ്പ തന്നെ അറക്കാൻ കഴിയുമെങ്കിൽ അറക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിച്ച് അവർ അറവ് നടത്തുക. അറവിന് മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്യണം. അറുത്തിട്ടതിന് ശേഷം ഞാൻ എൻ്റെ മകൻ്റെ സുന്നത്തായ അഖീഖ ഇതെല്ലാം പോയി. ആദ്യം തന്നെ വേണം, അറവിന് മുമ്പ് നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്ത് അറവ് കഴിഞ്ഞതിന് ശേഷം കഴുത്തേല്, ഉരുവിന്റെ കഴുത്തിൽ കത്തി വെക്കുന്ന അതേ സമയത്ത് തന്നെ കുട്ടിയുടെ തലയിൽ കത്തി വെക്കണം എന്നുള്ള ഒരു പ്രചണ്ഡനമുണ്ട്, ഒരു വാദമുണ്ട്. അത് തെറ്റാണ്, അതൊന്നും ഇല്ല. അതാ ഞാൻ പറഞ്ഞതൊക്കെ പഠിക്കുന്നത്. അതൊക്കെ തർത്തീബുണ്ട്, ക്രമപ്രകാരം ചെയ്യണം. ആദ്യം കുട്ടിക്ക് പേരിടുക, രണ്ടാമത് ഉരുവിനെ അറക്കുക, മൂന്നാമത് ഇത് കഴിഞ്ഞതിന് ശേഷം അറുത്തിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിയുടെ തലമുണ്ടനം ചെയ്യാം. ബാക്കി അറുത്തതിൻ്റെ മാംസം ഉരിച്ചെടുക്കണമെന്നൊന്നുമില്ല. കുട്ടിയുടെ തല മുണ്ടനം ചെയ്ത് അതിൻ്റെ തൂക്കി, അതിന് എത്രയാണ് സ്വർണ്ണമോ എത്രയോ തൂക്കം നോക്കിയിട്ട് സ്വർണ്ണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ഹദിയ ചെയ്യണം. അതൊക്കെ കഴിവുള്ളവർ ചെയ്യുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ മാംസം തന്നെ എല്ലിൽ നിന്ന് പരമാവധി ഉരിച്ചെടുക്കണം. ഒരിക്കലും ഈ അഖീഖ മൃഗത്തിന്റെ എല്ല് പൊട്ടിക്കാൻ പാടില്ല. നമ്മൾ ഉദ്ഹിയത്തിൻ്റെത് പൊട്ടിച്ചിട്ട് നല്ല ചങ്കല്ലൊക്കെ വെച്ച് ഇതിനിട്ട് നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കി റാഹത്തായിട്ട് 3 നേരം അടിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ എല്ലൊന്നും ഇങ്ങനെ ഇട്ടാക്കിയാൽ വലിയ ഇടങ്ങേറാണ്. ഉലമാക്കൾ പഠിപ്പിക്കുന്നു അതൊക്കെ എന്തിനു വേണ്ടി? എല്ല് പരമാവധി ഉരിച്ചെടുക്കണം. കാരണം എല്ല് പൊട്ടിക്കാതെ നിലകൊണ്ടാൽ കുട്ടി വലുതാകുമ്പോൾ ആക്സിഡന്റുകളെ തൊട്ട് ഒഴിവാകും, അപകടങ്ങളെ തൊട്ട് കുട്ടികൾ ഒഴിവാകും. അവന്റെ കയ്യും കാലും പൊട്ടൂല, കയ്യും കാലും ഒടിയൂല. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അഖീഖ അറക്കുമ്പോൾ, കാരണം ഈ കുട്ടിക്ക് വേണ്ടിയുള്ള അറിവാണ്. അതുകൊണ്ട് അഖീഖ അറക്കുമ്പോൾ തന്നെ മൃഗത്തിൽ നിന്ന്, എല്ലുകളിൽ നിന്ന് മാംസം പരമാവധി ഉരിച്ചെടുക്കണം. അപ്പോൾ ഇറച്ചിവിട്ടുകാരും പറയും ഓ അത് നടക്കൂല, വലിയ പാടാന്ന് പറയാം. അപ്പോൾ പോക്കറ്റിൽ 2000-ന്റെ നോട്ടിങ്ങനെ എടുത്ത് ഇവിടെ വെച്ചേക്കണം, നല്ല നൈസായ തുണിക്കകത്ത്. അപ്പോൾ അയാൾ പറയും അതേ പറ്റുള്ളൂ, ഉരിച്ചെടുക്കാനല്ലേ, അതിന് പറ്റുള്ളൂ, റെഡിയാക്കി തരാം, നല്ലത് റെഡിയാക്കി തരും. അങ്ങനെ അത് ചെയ്യുക, അവർക്കത് റാഹത്തായിട്ട് ആ കാര്യം ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ അവർ പറയും അതല്ല, ഈ എല്ല് ചിലത് പൊട്ടിക്കേണ്ടതുണ്ട്, അല്ലാതെ നടക്കൂല എന്ന് പറയും. അങ്ങനത്തെ ചില എല്ലുകളുണ്ട്. അതെൻ്റെ അഹിലുകാരോട് ചോദിച്ചാൽ അവർ പറയും ചില എല്ല് പൊട്ടിച്ചെങ്കിൽ മാത്രമേ ഇറച്ചി ഉരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ചില എല്ലുകളുണ്ട്, ആ എല്ല് പൊട്ടിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും പരമാവധി ഉരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇതിന്റെ പേരിൽ അവരെ നാടെ ഇളങ്ങേറാക്കൊന്നും വേണ്ട. പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. പരമാവധി ശ്രദ്ധിക്കുക. മാത്രമല്ല ഈ ഇറച്ചി വെട്ടി ഇറച്ചി നുറുക്കിയതിനു ശേഷം, ഇറച്ചി നുറുക്കിയതിനു ശേഷം ആ ഇറച്ചി കറി വെച്ച് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഏതിന്റെ? കുട്ടിയുടെ മേലിറക്കുന്ന അഖീഖയുടെ ഇറച്ചിയായിട്ട് നേരെ കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ കറി വെച്ച് ജനങ്ങൾക്ക് കൊടുക്കലാണ് ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ. ഒരു സുന്നത്ത് പറയുമ്പോൾ ആ സുന്നത്തിലുള്ള ചില സുന്നത്തുകൾ പറയുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉദ്ഹിയത്തിന്റെ അങ്ങനെയല്ല, അതിന്റെ മാംസം 1 കിലോ 1/2 കിലോ എന്ന് വെച്ചാൽ അത് അവർ വീട്ടിൽ കൊണ്ട് കൊടുക്കലാണ്, നേരെ ഇറച്ചിയായിട്ട് തന്നെ കൊടുക്കലാണ്. ഇതങ്ങനെയല്ല, കറി വെച്ചിട്ട് കൊടുക്കുക, കറി വെച്ച് കറിയായി കൊടുക്കുക. ആ കറിയിൽ തന്നെ ഒരല്പം മധുരം നൽകുക. എങ്ങനെ? മധുരം ഓരോരുത്തരുടെ വേണ്ട, കറി ഒന്നായിട്ട് വെക്കുമ്പോൾ ഇതൊക്കെ കഴിവുള്ളവരാണ് കേട്ടോ, ആരെയും ബുദ്ധിമുട്ടിക്കല്ല. ഇസ്ലാം അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതല്ല. ആർക്കെങ്കിലും അങ്ങനെ കഴിവുള്ളവരുണ്ട് എങ്കിൽ അവരത് കറി വെച്ച് കൊടുക്കുക. കഴിയുന്നവരുണ്ട്, അവരാ രീതിക്ക് ചെയ്താൽ വലിയ കൂലിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. കറി വെക്കുന്ന സമയത്ത് അതിനുള്ളിലേക്ക് ഒരല്പം മധുരം, ഒരു ഞുള്ളു പഞ്ചസാര, ഒരല്പം തേന്, അല്ലെങ്കിൽ ഒരു കാരക്ക, എന്തെങ്കിലും കൊണ്ട് ഏതെങ്കിലും ഒന്ന് മതി. സ്വൽപ്പം ഇടുക എന്നർത്ഥം. 5 കിലോ പഞ്ചസാര കൊണ്ടിട്ടിട്ട് കറി മധുരിപ്പിക്കരുത്.
കറി മധുരിക്കണമെന്നല്ല. ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശ്രദ്ധിക്കാത്തത്, വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാവും. ഇതിനകത്തൊക്കെ ഒരു ഞുള്ളു ഒരല്പം മധുരം ഇടുക. എന്തിന്? അതൊക്കെ ഒരു ശുഭലക്ഷണം. കറി മധുരിക്കണ്ട, ഒരല്പം മധുരം അതിലിട്ടേക്കണം എന്നർത്ഥം. അങ്ങനെയൊക്കെ ചെയ്താൽ വലിയ പുണ്യമാണ്, വലിയ പുണ്യമാണ്. ഈ രീതിയിൽ നടത്തണം. ഇതൊക്കെ ഏഴിൻ്റെ അന്ന് തന്നെ ചെയ്യേണ്ട സംഭവങ്ങളാണ്. ഈ അക്കീക്കയുടെ പരിപാടി നടത്തിയിട്ട് ജനങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഒരു സൽക്കാരം നടത്തിക്കോ, നല്ല പത്തിരി ഇറച്ചിയായിട്ട് റാഹത്തായിട്ട് ഈ കറിയും വെച്ചു കൊടുത്തു. റാഹത്താണ്, ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. ഈ കറി അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക. എല്ലാ നിലയ്ക്കും കഴിയുമെങ്കിൽ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതൊക്കെ അന്നത്തെ ദിവസമാണ്. അപ്പൊ അന്നത്തെ ദിവസമാണ് കുട്ടിക്ക് പേരിടേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് കുട്ടി പറയുകയാണ്, സമ്മാനി ജ്വാല, എന്റെ വാപ്പ എനിക്ക് നല്ല പേര് വെച്ചിട്ടില്ല. വാപ്പ എന്നോട് അക്രമം ചെയ്തവനാണ്. എന്റെ വാപ്പ എനിക്ക് പേര് വെച്ചിട്ടുള്ളത് ജ്വാല എന്നാണ്. കരിവണ്ടി എന്നർത്ഥം വരുന്ന പേരാണ്. തീർന്നില്ല. വമാ അല്ലമനി ശൈഅൻ മിൻ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ നിന്ന് ഒരായത്ത് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഒരായത്ത് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് കുട്ടി ഇതങ്ങോട്ട് പറഞ്ഞു തീരേണ്ട താമസം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ വാപ്പയെ അടുത്തേക്ക് വിളിക്കുകയാണ്. വാപ്പയോട് പറയുകയാണ്, നീയല്ലേ പറഞ്ഞത് നിന്നെ മകൻ ബുദ്ധിമുട്ടിച്ചു എന്ന്. പക്ഷേ കാര്യം മുഴുവനും കേട്ട് കഴിഞ്ഞപ്പോ വാദിപ്രതിയായ കൂട്ടത്തിലാണല്ലോ. നീയാണ് മകനെ ബുദ്ധിമുട്ടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എന്നിൽ നിന്ന് മാറിപ്പോകണേ. മക്കളോടുള്ള കടമകൾ ശ്രദ്ധിക്കണേ. വക്കത്തുള്ള ഓരോ സഹോദരിമാരും മാതാപിതാക്കളും ശ്രദ്ധിക്കണേ. മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണേ. മക്കൾക്ക് ദീൻ പഠിപ്പിക്കണേ, ഖുർആൻ പഠിപ്പിക്കണേ. മദ്രസ എന്ന കലാലയം ഒരു നിസ്സാരമായി കാണരുതേ. മക്കളെ കൃത്യമായി മദ്രസയിൽ പറഞ്ഞേക്കണേ. മദ്രസയിൽ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ. സ്കൂളിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കുന്നത് പോലെ, ട്യൂഷന് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് പോലെ, മക്കൾ കൃത്യമായ മദ്രസയിൽ അറ്റൻഡൻസ് വെക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണേ. മക്കൾ പഠിക്കുന്ന ഖുർആൻ ഓതലുകൾ നമ്മളൊന്ന് വീക്ഷിക്കണേ. അവർക്ക് യാസീൻ ഓതാൻ അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സാബ. വഖൽബുൽ ഖുർആൻ സൂറത്തു യാസീൻ, പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം യാസീൻ സൂറത്താണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖറഉ സൂറത്ത് യാസീൻ സബാഹം വമസാഅ, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും യാസീൻ സൂറത്ത് ഓതുമായിരുന്നുവത്രേ. നമ്മുടെ മക്കൾ ഖുർആൻ ഓതുന്നവരുണ്ടോ? മദ്രസയിൽ പോയി വന്നാൽ ഒരു അരമണിക്കൂറെങ്കിലും മക്കളെ കൊണ്ട് ഖുർആൻ ഓദിക്കലുണ്ടോ? അഥവാ ഓതുന്ന മക്കളെ കണ്ടു കഴിഞ്ഞാൽ മാതാപിതാക്കളിൽ പലരും പറയാറുണ്ട്, മകൻ ഖുർആൻ മടക്കി വെച്ചിട്ട് സ്കൂളിൽ ഒന്ന് പഠിക്കണേ. പരീക്ഷ എടുത്ത് വന്നിരിക്കുകയാണ്, ഹോംവർക്ക് എഴുതാനില്ലേ, എന്തിനാണ് ഖുർആൻ തുറന്നു വെച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ തുറന്നു വെച്ചതിനെ ചോദ്യം ചെയ്യുന്ന രക്ഷിതാക്കളെ പാടില്ല. ശാപമാണ്. വീട്ടിൽ ഖുർആൻ ഓതിയില്ല എങ്കിൽ വീട്ടിലുള്ള ഖുർആൻ നമ്മളെ ശപിക്കുമത്രേ. ഈ ഖുർആൻ നാളെ ശഫീആയി നമുക്ക് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് വരേണ്ടയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നൽ ഖബറ യൽഖാ സാഹിബഹു ഹീന യൻശഖുൽ ഖബറു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക്, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ജനകോടികളെ നിർത്തപ്പെടുമ്പോ ഖബറിൽ കിടക്കുന്ന മനുഷ്യനിതാ മഹ്ശറിലേക്ക് എഴുന്നേൽക്കാൻ തുനിയുമ്പോ അവന്റെ മുന്നിൽ ഒരു സാലിഹായ തലക്കെട്ട് ധരിച്ചതായ ശുഭവസ്ത്രധാരിയാകുന്ന മനുഷ്യൻ വന്ന് നിൽക്കുകയാണ്. ആ മനുഷ്യൻ അവനോട് ചോദിക്കുകയാണ്, ഹൽ താരിഫുനീ, നിനക്കെന്നെ മനസ്സിലായില്ലയോ? ഫയഖൂലു, ഖബറിൽ കിടക്കുന്നവന് പറയുകയാണ്, ലാ അരിഫുക, എനിക്ക് നിന്നെ മനസ്സിലായില്ല. ആരാണ് നീ, ഏതാണ് നീ, എന്താണ് നീ എന്ന് ചോദിക്കുമ്പോ ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മനുഷ്യനോട് വീണ്ടും പറയുകയാണ്, ഹൽ താരിഫുനീ, എനിക്കെന്നെ അറിയില്ലയോ? ഖബറിന്റെ ചാരത്ത് നിൽക്കുന്ന സാലിഹായ ശുഭവസ്ത്ര ധരിച്ചതാകുന്ന മനുഷ്യൻ അവനോട് പറയുകയാണ്, നീ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കടാ, നിനക്കെന്നെ മനസ്സിലായില്ലയോ? ഖബറിൽ
കബറിൽ കടക്കുന്നവൻ വീണ്ടും പറയുകയാണ്, ലാ അരിഫുക്, എനിക്ക് നിന്നെ അറിയുകയില്ല. അപ്പോഴാണ് മനുഷ്യൻ പറയുന്നത്, അന സാഹിബുകൽ ഖുർആൻ, ഞാനാണ് നിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലദീ അളമഉതുക ഫിൽ ഹവാജിർ വഅസ്ഹറത ലൈലക, പാതിരാത്രി സമയത്ത് നീ ഉറക്കമൊഴിച്ചുകൊണ്ട് ഓതിത്തീർത്ത വിശുദ്ധമായ ഖുർആനില്ലയോ? ആ ഖുർആനാണ് ഞാൻ നിന്റെ മക്കളെ ഖുർആനിന്റെ വഴികളിലേക്ക് പറഞ്ഞയച്ചില്ലയോ? ഹാഫിളീങ്ങളെ ആലിമീങ്ങളെ ആകാൻ വേണ്ടി നിന്റെ മക്കളെ പറഞ്ഞയച്ചില്ലയോ? ആ മക്കൾ ഓതിത്തീർത്ത കലാമാണ് അന സാഹിബുകൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, ഞാൻ നിന്റെ ഷഫീആണ്, ഞാൻ നിന്റെ സംരക്ഷകനാണ്. നീ പേടിക്കേണ്ടതില്ല. ഈ മശറെ നീ ഭയക്കേണ്ടതില്ല. നിനക്ക് സിറാത്ത് എന്ന പാലത്തിലൂടെ വേഗം കിടക്കണോ? എന്റെ കൂടെ വരൂ. നിനക്ക് മീസാൻ എന്ന ത്രാസിൽ നന്മ തിന്മകൾ ഭാരം കൂടണോ? എന്നോടൊപ്പം കടന്നു വരൂ. നിന്റെ വലതു കൈയിലേക്ക് ഏട് നൽകപ്പെടണോ? എന്നോടൊപ്പം നീ കടന്നു വരൂ. നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം വേണോ? എന്നോടൊപ്പം നീ കടന്നു വരൂ. അന സാഹിബുകൽ ഖുർആൻ, ഞാനാണ് നിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞ് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ജനകോടികളുടെ ഇടയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വിചാരണ എളുപ്പം കഴിച്ച് അവനെ ഷഫിയായി ശുപാർശകനായി ഖുർആൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ആ ഖുർആൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണ്ടയോ? ഈ ദുനിയാവിലെ വിജയം മാത്രമല്ല, ആഖിറത്തിലെ വിജയത്തിന് പോലും നിദാനമാണ് ഖുർആൻ. യുദ്ഫഉ മുസ്തമിൽ ഖുർആൻ ബൽ വദ്ദുനിയാ വഅൻതാലിൽ ഖുർആൻ ബൽ വല്ലാഖിറ. പരിശുദ്ധമായ ഖുർആൻ ഈ ദുനിയാവിൽ കേൾക്കുന്നവരെ പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേൾക്കുന്നതിന് പകരം, സിനിമാ ഗാനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഉറങ്ങുന്നതിന് പകരം പരിശുദ്ധമായ കാര്യങ്ങളുടെ ഖുർആനോതുകളെ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ ജീവസുറ്റതാക്കുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരെ, സഹോദര, ഈ ഭൗതിക ലോകത്തുള്ള സർവ്വ ബുദ്ധിമുട്ടുകളെ തൊട്ട് അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകുകയാണ്. വഅൻതാലിൽ ഖുർആൻ ബൽ വല്ലാഖിറ. പരിശുദ്ധമായ ഖുർആൻ ഉറക്കമൊഴിച്ചുകൊണ്ട് ഓതുന്ന മക്കളെ, ഹാഫിളീങ്ങളാകുന്ന മക്കളെ, ഖുർആനിന്റെ വഴികളിലേക്ക് തിരിഞ്ഞ മക്കളെ, രാവിലെ തഹജ്ജുദ് നമസ്കരിച്ചത് മുതൽ ഖുർആൻ ഓതുന്നവരെ, സുബഹി നമസ്കരിച്ചിട്ട് ഇശാ കഴിഞ്ഞു ഉറങ്ങുന്നവരെ, ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവരെ, നേരം വെളുക്കുമ്പോൾ സബക്ക് കേൾപ്പിക്കണ്ടേ എന്ന് കരുതി രാത്രിയുടെ യാമങ്ങളിൽ പോലും ഉറക്കത്തിൽ പോലും ഖുർആൻ ഓതുന്ന മക്കളെ സന്തോഷിക്കണേ. വഅൻതാലിൽ ഖുർആൻ ബൽ വല്ലാഖിറ. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർക്ക് ആഖിറ ബലാ മുസീബത്തുകൾ അല്ലാഹു നീക്കുകയാണ്. അത് നീക്കുന്നത് ഈ രീതിയിലാണ്. നിനക്ക് ഷഫിയായി, നിനക്ക് ശുപാർശകനായി നിന്റെ ഖബറിന്റെ സമീപത്ത് നീ ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് പുതുമാരനെ പോലെ പുതിയ ആപ്പിൾ ഉറക്ക ക്ഷീണം കഴിഞ്ഞുകൊണ്ട് അതാ മണ്ണിയറയിൽ ഇറങ്ങുന്നത് കാത്തിരിക്കുന്ന നിന്റെ ഷഫീആണ് ഖുർആൻ. ആ ഖുർആൻ നിന്നെ കൈക്ക് പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് അനയിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആൻ ശുപാർശകരാക്കണേ അല്ലാഹ്. അതിനുതകുന്ന രീതിയിലുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്.